ഒട്ടും താല്പര്യമില്ലെങ്കിലും ഗതികെട്ടാൽ ചിലത് ചെയ്തേ മതിയാകൂ എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ നന്നായി അറിയാം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാനിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കാൻ അവർ ഇപ്പോൾ ഒരുങ്ങുന്നത്. 2027 ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO ഉച്ചകോടിയിലേക്ക് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളെയും ക്ഷണിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏഷ്യയിലെ അനിശ്ചിത ശക്തിയായിട്ടുള്ള ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് SCO പോലെയുള്ള ഒരു വമ്പൻ അന്താരാഷ്ട്ര വേദി ഒരുക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന നിസ്സഹായതയാണ് ഈ ക്ഷണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം. പോരാട്ടത്തിന് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള നീക്കം പാകിസ്ഥാനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നെതർലാൻഡിലെ അന്താരാഷ്ട്ര കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ടും ഇന്ത്യയുടെ യുദ്ധം പ്രഖ്യാപിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ കൈവെട്ടുമെന്നൊക്കെയുള്ള പ്രകോപനങ്ങൾ കൊണ്ടും കാര്യം നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള ഈ പുതിയ നാടകം. 2025 പഹൽഗാം ആക്രമണവും അതിന് മറുപടിയായി പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളാക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നൽകിയ കനത്ത പ്രഹരത്തിൽ നിന്നും പാകിസ്ഥാൻ ഇനിയും മുക്തരായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നീട്ടുന്ന ഈ ക്ഷണം ഇന്ത്യ സ്വീകരിക്കുമോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്ലാമാബാദിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയുമില്ല. മനിലയിൽ നടന്ന ആസിയാൻ ഉച്ചകോടിക്കിടയിൽ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചോ എന്ന ചോദ്യത്തിന് പോലും മറുപടി പറയാൻ പാക് വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടില്ല. ലോക GDP-യുടെ 25% പ്രതിനിധീകരിക്കുന്ന വമ്പൻ കൂട്ടായ്മയാണ് SCO. അടുത്ത SCO ഉച്ചകോടി കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ വെച്ച് നടക്കുകയാണ്. ഉച്ചകോടി നടക്കുന്നത് പാകിസ്ഥാനിലാണെങ്കിലും അതിലെ തീരുമാനങ്ങൾ ശാസിക്കുന്നത് ന്യൂഡൽഹിയിലാണെന്ന കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ ഈ ഗതികേടിനോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്